വാർത്തകൾ തുടരുന്നു. മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ കലക്ടറേറ്റ് പ്രതിഷേധം അവസാനിപ്പിച്ചു. മന്ത്രി കെ രാജനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ജനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, മന്ത്രി എന്തെല്ലാം ഉറപ്പുകളാണ് പ്രതിഷേധക്കാർക്ക് നൽകിയത്? ഇപ്പോൾ എങ്ങനെയാണ് പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നത്? ഇന്ന് രാവിലെ മന്ത്രി കെ രാജൻ ജില്ലയിൽ എത്തിയിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷമാണ് കലക്ടറേറ്റിൽ അവലോകന യോഗത്തിലെത്തിയത്. ഈ സന്ദർഭത്തിൽ കലക്ടറേറ്റ് മുന്നിൽ സമരം ചെയ്ത സമരക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ചോദിച്ചറിയുകയായിരുന്നു. ഇതേ തുടർന്ന് അവരുന്നയിച്ച എല്ലാ വിഷയങ്ങളും മന്ത്രി അവർക്ക് പൂർണ്ണമായി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അതിൽ തുടർ ചികിത്സ, നമ്മൾ മുമ്പ് വാർത്ത ചെയ്തിരുന്നു, മീഡിയ കൊണ്ടാണ് ആ വാർത്ത ആദ്യം ചെയ്തത്. തുടർ ചികിത്സ മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നിലവിൽ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സമരക്കാരെ അറിയിച്ചു. കലക്ടറെ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും ആൾക്ക് തുടർ ചികിത്സ മുടങ്ങിയത് പണം ലഭ്യമാകാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാത്തതുണ്ടെങ്കിൽ കലക്ടറെ കണ്ടാൽ അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകും. അതിന് നിലവിൽ തന്നെ സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് അതുപോലെ തന്നെ 300 രൂപ മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം അടിയന്തരമായി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ സമരക്കാർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാം. അവരുടെ ഇപ്പോഴുള്ള 7 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നത് 7 സെന്റ് എന്നത് കുറച്ചുകൂടി കൂട്ടാം എന്ന കാര്യം മന്ത്രിസഭ ആലോചിക്കുമെന്ന കാര്യത്തിൽ തുടങ്ങി അവരുന്നയിച്ച ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സമരത്തിലെത്തിയ എല്ലാ ആളുകളും തികഞ്ഞ സംതൃപ്തിയാണ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രകടിപ്പിച്ചത്.